കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ യു.ഡി.എഫിന്റെ ചർച്ചകൾ മുഴുവൻ. മാണി വിഭാഗത്തെ കൂടി വീണ്ടും മുന്നണിയിലെത്തിക്കാൻ യു.ഡി.എഫിൽ അണിയറ ചർച്ചകൾ സജീവമാണ്. ഇപ്പോൾ മുന്നണി വിപുലീകരിക്കുന്നത് എൽ.ഡി.എഫിനെ കൂടുതൽ തകർക്കുമെന്നും ഒപ്പം മാണി വിഭാഗം കൂടി മുന്നണിയിലെത്തുന്നത് മധ്യ കേരളത്തിൽ യു.ഡി.എഫിന്റെ നില ഭദ്രമാക്കുമെന്നും യു.ഡി.എഫും കോൺഗ്രസും ലീഗും കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം പി.ജെ. ജോസഫിനാണ് ജോസ് കെ മാണിയെ മുന്നണിയിൽ എത്തിക്കുന്നതിൽ എതിർപ്പുള്ളത്. ജോസ് കെ മാണി ഇല്ലെങ്കിലും മധ്യ കേരളത്തിൽ യു.ഡി.എഫിന്റെ നില ഭദ്രമാണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി ജോസഫ് സമർത്ഥിക്കുന്നു. പക്ഷേ എൽ.ഡി.എഫിനെ കൂടുതൽ തകർക്കാനും പ്രതിരോധത്തിലാക്കാനും ജോസ് കെ മാണിയെ എൽ.ഡി.എഫിൽ നിന്ന് അടർത്തുന്നത് ഗുണം ചെയ്യുമെന്ന് യു.ഡി.എഫ് കണക്കുകൂട്ടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനുണ്ടായത് തികച്ചും ആധികാരികമായ വിജയമായിരുന്നു. ഇതേ പാറ്റേൺ തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ ആധികാരിക വിജയം നേടാനാകുമെന്ന് യു.ഡി.എഫ് കണക്കുകൂട്ടുന്നു. മറുവശത്ത് ഇടതുമുന്നണിയാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരത്തിൽ നിന്ന് ഇപ്പോഴും മുക്തമായിട്ടില്ല. ഇതിനു പുറമെ ഘടകകക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുമാറുന്നത് എൽ.ഡി.എഫിന് ചിന്തിക്കാൻ പോലുമാകില്ല. ഇത്തരത്തിൽ ഘടകകക്ഷികൾ വിട്ടുപോകുന്നത് എൽ.ഡി.എഫിന് ഉണ്ടാക്കുന്ന ആഘാതവും ഈ ഘട്ടത്തിൽ ചെറുതാകില്ല. ഇത് മുന്നിൽ കണ്ടു തന്നെയാണ് കൃത്യസമയത്ത് മർമ്മം നോക്കി പ്രഹരിക്കാം എന്ന് വി.ഡി. സതീശനും സണ്ണി ജോസഫും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള യു.ഡി.എഫ് നേതാക്കൾ ചിന്തിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ അനുകൂല സാധ്യതകൾക്ക് നടുവിൽ എതിരാളികളെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കാൻ കൂടി ഈ നീക്കങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് യു.ഡി.എഫ് കണക്കുകൂട്ടുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫും ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമാണ് കേരള കോൺഗ്രസ് എമ്മിനെ കൂടുവിട്ട് കൂടുമാറ്റാനുള്ള ചരട് വലിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇക്കാര്യത്തിൽ എതിർപ്പുമുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി യു.ഡി.എഫിൽ എത്തുന്നത് മധ്യ കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്ന് യു.ഡി.എഫ് വിലയിരുത്തുന്നു. മാത്രമല്ല മാണി കോൺഗ്രസ് എത്തുന്നത് മധ്യ കേരളത്തിൽ യു.ഡി.എഫിന്റെ നില കൂടുതൽ ഭദ്രമാകുകയും ചെയ്യും. എന്നാൽ മാണി കോൺഗ്രസ് വരുന്നതിനോട് പി.ജെ. ജോസഫിന് അത്ര താല്പര്യമില്ല. മാണി കോൺഗ്രസ് എത്തുന്നത് യു.ഡി.എഫിൽ തന്റെ പ്രാധാന്യത്തിന് ഇളക്കം തട്ടുമോ എന്ന ആശങ്ക ജോസഫിനുണ്ടാകും. മാത്രമല്ല മുന്നണി വിടുന്നതിന് മുൻപും ശേഷവും ജോസ് കെ മാണിയും ജോസഫും തമ്മിലുണ്ടായ ഭിന്നതയും ജോസഫിനെ അനുകൂല നിലപാടിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നു. മാത്രമല്ല ജോസ് കെ മാണി ഇല്ലാതെയും മധ്യകേരളം ഭദ്രമാണ് എന്ന് ജോസഫ് വാദിക്കുന്നുമുണ്ട്. ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മാണി കോൺഗ്രസ് ഇല്ലാതെ മത്സരിച്ചിട്ടും ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ യു.ഡി.എഫ് നടത്തിയ മികച്ച മുന്നേറ്റമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിലേക്ക് സ്വാഗതം ചെയ്തിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ലീഗ് നേതൃത്വം ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിരുന്നു. മുന്നണി കൺവീനറായ ഉടനെ അടൂർ പ്രകാശും ജോസിന് സ്വാഗതമോദി. ജോസ് കെ മാണി വിഭാഗത്തിലെ ചില നേതാക്കളും പ്രവർത്തകരും ഇടതുമുന്നണിയിൽ അസംതൃപ്തരാണ് എന്നതാണ് യു.ഡി.എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. എൽ.ഡി.എഫിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി മാണി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. പഴയ തട്ടകമായ യു.ഡി.എഫിലേക്ക് മടങ്ങുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പ്രവർത്തകരും പാർട്ടിയിലുണ്ട്. ഈ അസംതൃപ്തി മുതലാക്കി മാണി വിഭാഗത്തെ കൂടെ മുന്നണിയിൽ എത്തിക്കാമെന്നാണ് യു.ഡി.എഫ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. നിലവിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി അടക്കം പറയുമ്പോഴും യു.ഡി.എഫ് നേതാക്കളുമായുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന സൂചനകളും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എൽ.ഡി.എഫിലെ ഘടകകക്ഷികളിൽ നിന്ന് മതിയായ പിന്തുണ ലഭിക്കാഞ്ഞതാണ് പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലകളിൽ പോലും ശക്തി തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നാണ് മാണി വിഭാഗത്തിന്റെ വിലയിരുത്തൽ. 1000-ലേറെ സീറ്റുകൾ എൽ.ഡി.എഫിൽ നിന്ന് ലഭിച്ചുവെങ്കിലും 246 സീറ്റിൽ മാത്രമാണ് ജയിക്കാനായത്. മുന്നണി സംവിധാനത്തിലെ പാളിച്ചകളും തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് മാണി വിഭാഗം വിലയിരുത്തുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ മാണി വിഭാഗം എൽ.ഡി.എഫിൽ അസ്വസ്ഥരാണ്. തോൽവി പരിശോധിക്കുമെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ ഈ പരാജയം അണികളെ അസംതൃപ്തരാക്കിയിട്ടുണ്ട്. യു.ഡി.എഫിൽ നിന്ന് നിരന്തരം ക്ഷണമുണ്ടായിട്ടും അത് നിരാകരിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടും പാർട്ടി അണികളെ അസംതൃപ്തരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉചിതമായ സമയമാണ് എന്നാണ് അണികളുടെ പൊതു അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് കൈവരിച്ച മികച്ച നേട്ടം മൂന്നാം എൽ.ഡി.എഫ് സർക്കാർ എന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാണ് എന്ന പൊതുവിലയിരുത്തലും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ജോസ് കെ മാണി എന്ത് നിലപാടെടുക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവഗണിച്ച് പുറത്താക്കിയ മുന്നണിയിലേക്ക് എങ്ങനെ തിരിച്ചുപോകും എന്ന ആശങ്കയിലാണ് ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടൻ തന്നെ
മുന്നണി മാറ്റത്തിന്റെ സാധ്യതകൾ ജോസ് കെ മാണി തള്ളിയിരുന്നു. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികളിൽ നിൽക്കുന്നത് എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. എന്നാൽ പാർട്ടി അണികൾ മുന്നണി മാറ്റം ആഗ്രഹിക്കുന്നു എന്ന കണക്കുകൂട്ടലിലാണ് UDFിലെ ഒരു വിഭാഗം നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടായിരിക്കും ജോസ് കെ മാണിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുക എന്നാണ് അറിയുന്നത്. അതേസമയം UDF പ്രവേശന സാധ്യതകൾ ജോസ് കെ മാണി പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇക്കാര്യം പാർട്ടി നേതാക്കളെ ജോസ് കെ മാണി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്.